എവിടെയായിരുന്നേ? രാവിലെ അമ്പലത്തിലാന്ന് പറഞ്ഞൊരു പോക്ക് പോകും. ഒരു ഗ്ലാസ് വെള്ളം വേണം, ഞാൻ 6 കാല് പിടിക്കണം. ഇന്ദുവിടെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് അവളോട് ചോദിച്ചൂടായിരുന്നോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മോന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുക. നീ പോയപ്പോ കൊച്ചിനെ എടുത്തോണ്ട് റൂമിൽ കയറിയതാ. നീ പോയിച്ചിരി വെള്ളം എടുത്ത് വെച്ചേ, എനിക്ക് കുളിച്ചിട്ട് ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതാ. അപ്പൊ ഒന്നും നടന്നിട്ടില്ല ഇന്ന്. മോളെ ഇന്ദു, മോളെ ഇന്ദു, മോളെ ഇന്ദു, മോളെ. അമ്മ വന്നോ? നീ എന്താ വല്ലാതിരിക്കണ? നിന്റെ കണ്ണൊക്കെ വല്ലാതിരിക്കണല്ലോ. ഒന്നുമില്ല അമ്മ. അച്ഛൻ വല്ലതും പറഞ്ഞ? ഇല്ല. പിന്നെ നീ എന്തിനാ കരയണത്? അത് കണ്ണിലെന്തോ പോയതായിരിക്കും. അമ്മക്ക് ഞാൻ ചായ എടുക്കട്ടെ? ആ, ചായ ഇപ്പൊ വേണ്ട. കൊച്ചു ഉറങ്ങി. എന്നാ ശരി, വാതിലടച്ചോ. എന്താ അവള് പറഞ്ഞേ? അവൾ എന്തുവാ പറഞ്ഞെന്ന്? എന്തോ പറയാൻ? അവളൊന്നും പറഞ്ഞില്ല. അവൾ എന്തു പറഞ്ഞാലും വിശ്വസിക്കരുത്. സ്നേഹത്തോടെ ഇരിക്കുന്ന മനുഷ്യനെ തമ്മിൽ തല്ലിപ്പിക്കാൻ ബഹുമിടിക്കുക അവള്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാണ് ആ കൊച്ചിനെ ഇങ്ങനെ അനാവശ്യം പറഞ്ഞു നടക്കുന്നത്? അവൾ എന്ത് നിങ്ങളോട് ചെയ്തു? എന്ത് ചെയ്തെന്നോ? ഞാനൊന്നുമില്ലേ, അവിടെ ഭർത്താവിന്റെ അച്ഛനല്ലേ. എന്നോടൊന്ന് സ്നേഹത്തോടെ മിണ്ടുവോ പറയുകയോ ചെയ്താൽ എന്താ അവക്ക്? നീ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, പച്ച വെള്ളം പോലും തരത്തില്ല അവൾ എനിക്ക്. അല്ലെങ്കിലും എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് അവൾ ഈ വീട്ടിൽ കയറിയ ദിവസം മുതൽ തുടങ്ങിയ സൂക്കേടാ. കണ്ണെടുത്താൽ കണ്ടുകൂടാ കൊച്ചിനെ. അല്ല, നിങ്ങൾ അവനും അവളും കൂടെ ഇറങ്ങി വരുമ്പോ ഇതൊന്നും പറയാറില്ലല്ലോ. ഇതെല്ലാം കൂടെ എന്റെ നേര് പറയുന്നതിന്. അയ്യേ, അഴുക്ക പെണ്ണുങ്ങളെ പോലെ ഒരു പരദൂഷണ സ്വഭാവം. ഞാനായിട്ടേ ഈ വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതിയാ ഞാൻ മിണ്ടായിരിക്കുന്നത്. ഇനി ആ കൊച്ചിന് വല്ലതും പറഞ്ഞുണ്ടല്ലോ, ദൈവം പോലും പൊറുക്കൂല കേട്ടോ മനുഷ്യ. വയസ്സ് കാലത്ത് ഓരോന്നും പറഞ്ഞുകൊണ്ട് നടക്കും. അടങ്ങി ഒതുങ്ങി ഓരോന്നും ചെയ്യാൻ